വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് ഒക്കെ ആണെന്ന് വിചാരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീഡിയോ ഇട്ടു. പിന്നെയും എനിക്കറിയാം കുറച്ച് ഡിലേ ഉണ്ടെന്ന്. ഡിലേ ഇപ്പോൾ വന്നെന്ന് എപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് മാറും. ഞാൻ മെയിൻ ചാനലിനകത്ത് കുറച്ചേറെ വീഡിയോ ഫോക്കസ് ചെയ്യുകയാണ്. നമുക്ക് ആ സ്ഥലം എടുക്കാൻ കുറച്ചേറെ പൈസ വേണം. ആ പൈസയ്ക്ക് എനിക്ക് വീഡിയോ ഇട്ടേ തീരും. അപ്പം 7 വീഡിയോ ഇപ്പോൾ ഇട്ട് തുടങ്ങിയായിരുന്നു. നേരത്തേക്ക് 2 ആയിരുന്നു മാസത്തിൽ. ഇപ്പോൾ 7 ഇട്ട് തുടങ്ങി. അതും പോരെ, 15 ആക്കണം. എങ്ങനെ ആക്കുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഓൾറെഡി ഒരു 7 വീഡിയോ എടുത്തിട്ട് ഒരെണ്ണേ അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ. 7 ഓൾറെഡി എടുത്ത് കഴിഞ്ഞ്. ഞാൻ എഡിറ്റേഴ്സ് അത്രയ്ക്ക് കഴിവ് കൂടിയ ആൾക്കാരാണ്. അവർ പെട്ടെന്ന് വീഡിയോ എടുത്ത് എന്നുവെച്ചാൽ കൊടുക്കുന്നതിന് മുമ്പേ അപ്ലോഡ് ചെയ്യും. ഞാൻ അവർക്ക് വീഡിയോ എടുത്ത് കൊടുത്തില്ല, അതിന് മുമ്പ് എഡിറ്റ് ആക്കി തന്ന അപ്ലോഡ് ആയിപ്പോയി. അത് ഞാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, ഒരു 15 വീഡിയോയെങ്കിലും ആക്കണം. ആയിട്ട് നമുക്ക് ലൈവ് സ്ട്രീമും ഇതും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. നോർത്തിൽ പോകാൻ നേരത്ത് ഹിന്ദിക്കാർക്കും ലൈവ് സ്ട്രീം ഇട്ട് കൊടുക്കണം, നിങ്ങൾക്കും ലൈവ് സ്ട്രീം ഇട്ട് തരണം. അതിന് പിന്നെ വ്ളോഗ് എടുക്കണം. എല്ലാം കൂടി ഒടുക്കത്തെ ഗ്രീഡിനെസ് ആണ് എനിക്ക്. എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തിന് അറിയാം. പിന്നെ അതിൻ്റെ ഒക്കെ മെയിൻ ചാനലിൻ്റെ വീഡിയോയും റെക്കോർഡ് ചെയ്യണം ദിവസം. ഞാൻ കുറച്ച് ക്യാഷ് മേടിക്കാൻ പോകുകയാണ്. ഓക്കെ, കൊടയായിട്ട് പോകും. എത്ര പട്ടികയൊന്നും ഇങ്ങനെ പോകും. അപ്പം ഞാൻ എന്തായാലും കുറച്ച് കിസ്മിസ് ഒക്കെ മേടിച്ചിട്ട് വരട്ടെ. കിസ്മിസും ബദാം കാഷ്യൂ ഒക്കെ. നമുക്കൊരു ഹൈ കാലറി ഡ്രിങ്ക് 1 രൂപ ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് പ്രോട്ടീൻ വിടാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. ഓൾറെഡി പ്രോട്ടീൻ വളരെ ഹൈ ആണ് എനിക്ക് ഡയറ്റിനകത്ത്. ബീഫൊക്കെ കഴിച്ച് എന്നാലും കുറച്ചേറെ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കഴിച്ചേർക്ക്. ക്യാഷ്യും കിസ്മിസും മേടിക്കാൻ വന്നു ഞാൻ അങ്ങനെ ബദാമും കിസ്മിസും മേടിച്ചിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലോട്ടാണ് ആകുന്നത്. ഇങ്ങനത്തെ കഴിക്കുമ്പോൾ എനിക്ക് ബ്ലോട്ട് ആവും. പ്രോട്ടീൻ പൗഡർ എടുത്താൽ എനിക്ക് ബ്ലോട്ട് ആവും. അങ്ങനെ കാര്യം ഇത് പാലിൻ്റെ ഒക്കെ ബ്ലോട്ടാണ്. കുഴപ്പമില്ല, കുറച്ച് വയറ് വീർത്തിരിക്കും. ഇതിൻ്റെ 5000 കാലറി വേണ്ട, 3000 കാലറി ഇടുന്ന് ഉണ്ടാക്കാം. പകുതി ഇട്ടിട്ട് കൊണ്ടാക്കിട്ട് വരാം. അപ്പോൾ ഇതിനകത്ത് ഇടാൻ പോകുന്നില്ല. ഈ ഒരു പേരൊക്കെ അതിൻ്റെ പകുതി, പിന്നെ ഇതിൻ്റെ പകുതി കിസ്മിസ്, പിന്നെ ഒരു 4-5 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഇട്ടെ. എത്ര സ്കൂപ്പാണെന്ന് ചെറിയൊരു അളവ് ഇല്ല എനിക്ക്. സ്കൂപ്പ് ഏതോ ഒരു പാത്രത്തില്ല, അതാ കുറച്ചുകൂടി. കുറെ ഏറെ അരച്ചില്ല ഞാൻ കേട്ടോ. എനിക്ക് കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുന്ന ഇഷ്ടം. കുറെ ഏറെ അരച്ച് ഞാൻ വളരെ ഫൈനായി. വാവ്. മുംബൈ പോകാൻ നേരത്ത് മസിൽ ബ്ലേസുകാർ എനിക്ക് കോൺട്രാക്ട് തന്നു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻകാർ, അപ്പോൾ പിന്നെ ഞാൻ കുറച്ചേറെ പ്രോട്ടീൻ കഴിക്കും. അല്ലെങ്കിൽ മുംബൈ കിടന്ന് കറങ്ങാത്ത ബീഫൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോട്ടീൻ സ്കൂപ്പ് ഇരിക്കുന്നത് നല്ലതാണ്. മനസ്സിലാക്കി. ഞാൻ കൂടുതൽ പ്രോട്ടീൻ ഇപ്പം എനിക്ക് തന്നിട്ടില്ല കോൺട്രാക്ട്. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിടിക്കുക. കോൺട്രാക്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ എന്തുവാണ് ആ പാത്രത്തിനകത്തുനിന്നല്ല, മസിൽ ബ്ലേസിന് ബോക്സിൽ നിന്ന് ഒഴിച്ചത്. എന്തായാലും ഇത് കുടിച്ച് തീർക്കട്ടെ. അത്രയ്ക്ക് ഞാൻ വെള്ളമാക്കില്ല. നോക്കി എന്താ പറയുക, ഇത്ര ചെറിയൊരു സ്പൈഡർ കാണാവാ. എന്ത് സ്പൈഡറാ ഇത്? ഇത്ര ചെറുതായതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. വലുതായിരുന്നു പിന്നെ പറയണ്ട. അടുത്തോട്ട് കൊണ്ടുവന്ന ഫോക്കസ് പോകും. സ്പൈഡർ പോകുന്നണ്ട എങ്ങോട്ട് പോവാടേ ഊളേ. എന്റെ കൈ വിരലെ റൂം എന്ത് വലുതായിട്ട് തോന്നുന്ന സൂമിലായി വെച്ചിരിക്കുന്നുണ്ട്. ഒറ്റടിക്കാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. എന്തായാലും കൊള്ളാം. അപ്പം ഞാനിപ്പോൾ മുടി വെട്ടാൻ വന്നിരിക്കുകയാണ്. പോയി സത്യം പറയുകയാണെങ്കിൽ മുടിവെട്ടിനെ കടയുടെ മുമ്പിൽ തന്നെ വന്ന് ഞാൻ കോട്ടയം വന്നിരിക്കുകയാണ് വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാനാ, ഒടുക്കത്തെ മഴ കാരണം ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ ഉണ്ട് കട. ഈ ചെയർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഴയ ചെയർ എൻ്റെ മറ്റേ ചെറിയ വീട്ടുകളിടാണ്. അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ ചെയർ വേണം. അപ്പോൾ അതിന് വേണ്ടി ഇത് വണ്ടിക്കകത്ത് എത്തിട്ടോ. ഇതിനായിട്ട് അതുകൊണ്ട് ഇടണം അവിടെ. മഴയും തീർന്ന് മുടിവെട്ടും കഴിഞ്ഞ് നല്ല പുക വണ്ടിയാണ്. നല്ല കിടിലം മാത്രം കേട്ടോ മോനെ. അപ്പം നമുക്ക് പെട്ടെന്ന് ആലപ്പുഴ പിടിക്കാം. എനിയിപ്പോൾ ബൾക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ വെയിറ്റ് കൂടി തുടങ്ങി. ഇപ്പോൾ 92 കിലോ ഒക്കെ ആയി. രാവിലത്തെ ജ്യൂസൊക്കെ കണ്ടില്ല. അങ്ങനെ ജ്യൂസൊക്കെ ഡെയിലി ഇരുന്ന് കുടിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനമാകുന്നു എനിക്ക്. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി. അവിടെ അമ്മ ഇരിക്കുന്നു. ഇവിടെ വർക്ക് നടക്കുകയാണ്. ഇതേ അമ്മ അവിടെ നിൽക്കുന്നു. ഇവിടെ പൈപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ റൂഫിങ് ചെയ്യാൻ വേണ്ടി. അത് മുമ്പേ ഷീറ്റായിരുന്നു. ഷീറ്റ് മാറ്റി പൈപ്പിലോട്ടാക്കി. അമ്മമാർ പറഞ്ഞ് അമ്മേനെ കൊണ്ട് കൂടിയ പൈപ്പ് മേടിപ്പിച്ചതാണ് ഞാൻ കേട്ടത്. ഇത് പിന്നത്തേക്ക് യൂസ് ആവുന്നു. 48 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ കിടക്കുന്ന കണ്ട. വീട് തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഇതുവരെ മഴ പെയ്യാത്ത വീട്ടിൽ ജസ്റ്റ് ആ റൂഫ് ഒന്ന് മാറ്റിയപ്പോൾ അന്ന് തന്നെ മഴ പെയ്തു. എനിക്ക് വയ്യ. വെള്ളത്തിനകത്തോട്ട് പോട്ട ഇതിനകത്ത് ഫുള്ള് ലീക്കായിട്ടാ. നേരത്തെ കുറച്ച് ലീക്കുകളാണ്, ഇപ്പൊ ഫുൾ ലീക്കായി. ഞാൻ ഒട്ടും പ്രതീക്ഷയിലിരിക്കുകയാണെന്ന്. ഈ വീട് പണ്ടുണ്ടായി കഴിഞ്ഞിട്ട് ആ സമയത്ത് പെരവാസ്തുലിക്ക് ഫുൾ മഴയായിരുന്നു. വെള്ളത്തിലാണ് ഈ വീടിന്റെ പെരവാസ്തുലി. ഫുൾ മതിൽ വൃത്തികേടായി. നോക്കി ഫുള്ളും വെള്ളമാവോ. ഇവിടുത്തെ ചെലവ് കൂടിയല്ലേ ഇത്. റൂഫ് മാറ്റിയതും യഥാർത്ഥം ഇതിന്റെ പൊക്കത്തോട്ട് റൂഫ് ഇല്ല. മനസ്സിലായല്ലേ, ഇതിന്റെ പൊക്കത്തോട്ട് റൂഫ് ഇല്ല. അമ്മ ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്ക്. എന്താണ് കാര്യങ്ങളുടെ കിടപ്പ്? ചെറിയൊരു ലീക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ചെറിയൊരു ലീക്കല്ലേ പറഞ്ഞത്? ഈ വീട്ടിൽ എപ്പോ കൈവച്ചാലും ലക്ഷങ്ങളുടെ പണി കൊടുക്കാറുണ്ട്.
അമ്മക്കിപ്പൊ കട്ടക്കലിപ്പ്. എന്തോ പറഞ്ഞ് കയ്യും പൊക്കി പിടിച്ചോണ്ട് നിൽക്കുവാ. ഡെയിലി കിട്ടുന്ന പൈസ അമ്മേ കൈ പൊക്കി പിടിച്ചിരിക്കും. ഞാൻ ചെയ്തു വിട്ടുന്ന കാര്യങ്ങൾ ചെയ്തു വിട്ടാൽ മനക്കരുത്ത് വേണം. എല്ലാവർക്കും സാധിക്കണമെന്നില്ല. എന്നെ ദൈവത്തെ കുറിച്ച് എവിടെയെങ്കിലും വെറുതെ വിടും. ഇവിടെ വന്നിവിടെ നിന്നേച്ച മതിയല്ലോ. ചെറിയൊരു ലീക്കാണെന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. വീട് തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇന്നത്തെ വർക്ക് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലെവലാക്കിയിട്ടുണ്ട്. കണ്ടത് ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ ലെവലാക്കിയിരിക്കുന്നുണ്ട്. ഐസ് ഒക്കെ ഇട്ടിട്ട്. ആ പിന്നെ ഇത് പൊക്കത്തോട്ട് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. ഇപ്പം നിലവിലിപ്പോൾ എന്തൊക്കെ പറയുന്നത് പറഞ്ഞപ്പോൾ ഈ വണ്ടിയുടെ അകത്തുള്ള ചെയർ ഇനി ഇത് വെക്കണ്ടേ? എന്തായാലും പുറത്തിടന്ന് നനയും ചെയർ. ഇനി ഒന്ന് മാറ്റാം. ബാക്കിയുള്ള സിമെന്റ് കുറച്ചുണ്ടായിരുന്നു, അത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. വീടും മുങ്ങിക്കിടന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരഞ്ഞിട്ട് വലിയ ഗുണമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഇനി കുറച്ചേറെ പൈസ ചിലവാകുമായിരിക്കും. അമ്മ ഇവിടെ കടിയാക്കാം. അമ്മ ആ ചെയർ മഴയത്ത് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ വീട്ടിനകത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്? എല്ലാം ഒരേപോലെയൊക്കെ തന്നെയല്ലേ? ഓ ഇവിടെ ഷീറ്റ് ഉണ്ടല്ലേ? പോട്ടെ കുഴപ്പമില്ല. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി. അതാ ഓ എന്ത് പറ്റല്ലേ? എന്താ പറ്റിയമ്മ? വീട് പൂട്ടിട്ട് എന്ത്? വീടിന്റെ പൊക്കത്തോടി ആൾക്കാർക്ക് ഇറക്കാല്ലാത്തോട്ട് ഭാഗ്യം സമ്മതിക്കണം. വീട്ടിലെ ചെറിയൊരു ലീക്ക് മാറ്റിയതാ. ഒരു ചെമ്പൻ മുടിക്കാരനെ ഒരു വെള്ള മുടിക്കാരന് അച്ഛനല്ലേ പറഞ്ഞാ പെയിന്റ് ഒക്കെ അടിച്ച് എല്ലാം വെറുതെ. അതൊക്കെ ചില പൊട്ടിത്തെറിക്കും. മെയിൻ സ്വിച്ച് ഒക്കെ ഈ സ്വിച്ച് ഒക്കെ ഓഫ് ആക്കണ്ടേ? ഈ വെള്ളത്തിൽ നിന്നാണ് ഓഫ് ആയി കഴിഞ്ഞാൽ ഷോക്ക് അടിച്ച് വെള്ളങ്ങളെ കാണുന്നത്. താത്താൻ ഒരു ചെറിയൊരു പേടി. ഒന്നും കാണത്തില്ലായിരിക്കും. ഒന്നുമില്ല. വെള്ളമായിരുന്നു. ഓക്കെ ഡൺ. താക്കോൽ ഇന്ന എനിക്ക് വയ്യ. കാറെടുത്ത് മാറ്റി വണ്ടിയിൽ നിറക്കട്ടാ. നേരം വെളുത്തപ്പോ വന്ന് നിൽക്കുവാ. 40 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഞാൻ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ നേരത്തെ പോകുന്നില്ല. എന്ത് ചെയ്യാനാണ്? ഇന്ന് കുറച്ചേറെ ഫുഡ് ഞാൻ കഴിച്ചുകൊണ്ട് വേറെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയമായി സെറ്റിലായിട്ടെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് ഇറങ്ങുന്ന സമയത്തിനായി. ചവിട്ടി എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്താൻ നോക്കുക ഞാൻ. നിന്റെ ഈ പൈസ കയറാത്ത ശിഷ്യന്മാരൊക്കെ എടുത്ത് കളയാൻ എനിക്ക് അത് അങ്ങനെ കളയാൻ പറ്റത്തില്ല. വെറുതെ അല്ല നീ തെണ്ടി നടക്കുന്നത്. ഞാൻ തെണ്ടായിരിക്കാനായിട്ട് ഇത്ര നാളും കൊള്ളിട്ടാണ് ഒരു ഗതി കാത്തു നടക്കുക. ഞാൻ പറഞ്ഞു അവർക്ക് പൈസ തരത്തില്ല. ശിഷ്യന്മാരെ തട്ടിക്കളയാറുണ്ട്. പൈസ തരുന്ന ശിഷ്യന്മാരെ മതി. ഒരു മിനിമം ആയിട്ട് നമ്മളൊരു ചെറിയ പൈസ വെക്കണം. നല്ലൊരു വില കാണത്തില്ലേ? മനസ്സിലായോ? ട്രെയിനറാണ് പുറകിൽ. നോക്ക്, ട്രെയിൻ ചെയ്യിപ്പിച്ച് ആരും പൈസ മേടിക്കാതെ, പൈസ നീ മേടിക്കാതെ. അപ്പൊ നീ ഇങ്ങനെ നടക്കണം. നീ ചെറിയ നിക്കറിട്ട് നടന്നായി ചെയ്താൽ ഫുള്ള്. ഇത് പിന്നെ നോക്കി വലിയ നിക്കർ ഇട്ടിരിക്കണം. വന്നോ തീറ്റി കൂടുന്നുണ്ട്. പിന്നെ മകളിപ്പോൾ 4000 കാലറിയൊക്കെ അടിച്ചു കഴിഞ്ഞ ദിവസം. എന്നെക്കാട്ടും വലിയ വയറായ തോന്നല്ലേ? നമുക്കപ്പം സ്കോട്ട്സ് ചെയ്യാം. ബോയ്സ് ഒരു സ്റ്റോറി ടൈം ഉണ്ട്. സ്റ്റോറി അല്ല, നടന്ന സംഭവം. JMBയുടെയാണ്. JMB അവിടെ അവൻ്റെ സ്ഥലത്ത് ഏതൊരു ഷോപ്പിൽ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന ഷോപ്പിലോട്ട് 2 ആണും ഒരു പെണ്ണും കയറി വന്ന്. അപ്പം അവർ കയറി വന്നിട്ട് എന്തോ കള്ളം കണ്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ്. കള്ളം എന്താണെന്ന് എന്തോ കള്ള് മേടിക്കാൻ വന്നത്. പക്ഷെ അവർ കുറച്ചേറെ മേടിക്കാൻ നോക്കി. അവർ ക്രെഡിറ്റ് കാർഡ് വെച്ച്. അപ്പം ആ രാത്രി അത് ചെയ്യാൻ നടക്കത്തില്ലെന്ന് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് രാത്രി ഇത്രയും മേടിക്കാൻ നടത്തില്ല. അപ്പോൾ അവർ ആദ്യം ആണുങ്ങളാണ് കയറി വന്നത്. അപ്പോൾ അവർ തിരിച്ചു പോയിട്ട് പെണ്ണ് കയറി വന്ന്. പിന്നെ പെണ്ണ് മേടിക്കാൻ നോക്കി. അപ്പം നടക്കത്തില്ല. പിന്നെ എന്തൊക്കെ അവന്മാർ ഡയലോഗ് ഇറക്കി എന്തൊക്കെ ആയപ്പം JMB പറഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പം ഏതോ 1-2 ചെറിയ ഐറ്റം ആദ്യം ഒരു സ്വൈപ്പ് ചെയ്തായിരുന്നു ക്രെഡിറ്റ് കാർഡ് വെച്ച്. പിന്നെ വലുത് സ്വൈപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇവൻ പറഞ്ഞ് ഇത്രയും വലിയ ഐറ്റം ക്രെഡിറ്റ് കാർഡ് വലിക്കാൻ കുറച്ചേറെ രൂപയ്ക്കുള്ള ഉണ്ടായിരുന്നു. അപ്പം ഇവൻ പറഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഇവൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവരെന്തൊക്കെ ഡയലോഗ് ഇറക്കി കഴിഞ്ഞപ്പോൾ
അത് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഇവർ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ തന്നെ ഇവരെന്താണ് കോള് വന്നത് പോലീസുകാർ ചോദിച്ചത് ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത ആൾക്കാർ ആരാണ്, അങ്ങനെ കുറേയൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞത് അവർ കടയുടെ മുമ്പിൽ നിൽപ്പുണ്ട്, അവർ ഈ കാറാണ്, ഈ കാറിലൂടെ കയറുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കാറിൻ്റെ നമ്പർ പറയാമെന്നും പറഞ്ഞ് പോലീസുകാരെന്താണ് ഇവർക്ക് ചോദിച്ചു. അപ്പോൾ ഇവനിങ്ങനെ ഫോണും കൊണ്ട് കാറിൻ്റെ നമ്പർ നോക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തോട്ട് ഡോറിനടുത്ത് എത്തുമ്പം അവന്മാരിത് കണ്ട് ഇവരെ കണ്ടപ്പം അവന്മാർ പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്താ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ച് വിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവൻ്റെ കടയിലോട്ട് പാല് കൊണ്ടുവന്ന് തരുന്നൊരു എംപ്ലോയി ആരോ ഉണ്ട്. അവർ വന്നപ്പോൾ ഇവനറിയുന്നത് ഈ കാറും കൊണ്ട് അവർ കൊണ്ടുപോയി വേറൊരു കടയിൽ ഇടിച്ച് കയറ്റി പോലീസുകാർ ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് ആ ആണുങ്ങൾ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടെന്ന്. JMP എന്ന് പറയുന്നത് ഇനി ഈ അവസാനം ഇവനാണ് പോലീസുകാരെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവനെ വല്ലതും ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് JMPക്ക്. അങ്ങനെ ഇവരെ എൻ്റെ വീട്ടിൽ വിളിച്ച് അമ്മയുടെ പറയുന്നത്. എന്നെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. വല്ല അമേരിക്കയിലോ ആണെങ്കിൽ സംസാരമൊന്നുമില്ല. ഇവൻ എന്താണ് കള്ളി ചോദിച്ചിട്ട് തന്നില്ല, സ്വൈപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ല, ക്രെഡിറ്റ് കാർഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. അവർ നേരെ തോക്കെടുത്ത് ഒറ്റ വെടി. ഇന്ത്യൻസ് കൂടി ആയതുകൊണ്ട് ഒട്ടും ചിന്തിക്കത്തില്ല, അപ്പത്തിനടുത്ത് വെടി വെക്കും. പിന്നെ കാനഡ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സീനില്ലെന്ന് തോന്നുന്നു. എന്തായാലും JMP നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു അവിടെ.